അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ ഹീലർ ആയിഷ ഷെഫി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രമേഹം അഥവാ ഡയബറ്റിക്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഇത് വളരെ വലിയൊരു രോഗമാണെങ്കിലും ഇന്നിത് സർവ്വസാധാരണമാണ്. ഇന്ന് എല്ലാ വീടുകളിലും ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് എന്നുള്ള രീതിയിൽ ഇത് ഇന്ത്യയിലും കേരളത്തിലും ഇത് വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയം കുറച്ച് ദീർഘമാണ്, എന്നാലും ഈ കാറ്റഗറിയായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാക്കാവുന്നതാണ്. ഇതിലൂടെ എങ്ങനെയാണ് നമുക്ക് മരുന്നില്ലാതെ പ്രമേഹത്തെ മാറ്റാൻ സാധിക്കുക, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്, നമുക്ക് ഈ അക്യുപങ്ക്ചർ എന്ന ഒരു ചികിത്സാ രീതി പ്രമേഹത്തിന് വേണ്ടിയിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്, നിലവിൽ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന അലോപ്പതി സിസ്റ്റം ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന പോരായ്മകൾ അതല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഉള്ളത്. ശരിക്കും ജീവിതശൈലി രോഗമെന്ന് തന്നെയാണ് നമ്മൾ പ്രമേഹത്തിനെ വിശേഷിക്കപ്പെടുന്നത്. ജീവിതശൈലി കൊണ്ട് തന്നെയാണ് ഇത് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇത് വൺസ് നമ്മൾ മരുന്ന് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥ തന്നെയാണുള്ളത്. അത് നമുക്കറിയാം. ഒരു 30 അല്ലെങ്കിൽ ഒരു 28 അല്ലെങ്കിൽ 35 ഏജിൽ നമ്മൾ ജസ്റ്റ് ഒരു ബ്ലഡ് ചെക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഒരു ക്യാമ്പിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രഗ്നൻസിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളിൽ ഒരു പ്രമേഹം നോട്ട് ചെയ്യപ്പെടുന്നതും തുടങ്ങി നമ്മൾ ആ കാലഘട്ടം മുതൽ നമ്മളുടെ ഒരു ജീവിതകാലം മുഴുവൻ തന്നെ പ്രമേഹത്തിന് അടിമപ്പെടുന്ന, പ്രമേഹ രോഗിയായി ജീവിക്കേണ്ടി വരുന്ന, അതിന് അനുബന്ധമായിട്ട് മറ്റ് രോഗങ്ങളും പേറി നമുക്ക് കിഡ്നി കൂടെ ഫെയിലിയർ ആവുന്ന തരത്തിലുള്ള അവസ്ഥകളിലേക്കാണ് സാധാരണഗതിയിൽ എല്ലാ പ്രമേഹ രോഗികളും എത്തിച്ചേരാറുള്ളത്. ആരിലൊക്കെയാണ് ഈ പ്രമേഹം നോട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മൾ സ്ത്രീകളിൽ പ്രമേഹ രോഗം നോട്ട് ചെയ്യപ്പെടുന്നത് പ്രഗ്നൻസി കാലയളവിലാണ്. പ്രഗ്നൻസി കാലയളവ് നമ്മളുടെ ഭക്ഷണവും നമ്മളുടെ മരുന്നുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഹോർമോൺ വേരിയേഷൻസ് ഒരുപാട് വരുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മൾ പ്രമേഹം നോട്ട് ചെയ്യപ്പെടുകയും പിന്നീട് അതിന് മരുന്ന് തുടരുകയും തൽക്കാലത്തേക്ക് അത് നിർത്തിവെക്കുകയും പ്രഗ്നൻസിയുടെ ഒരു പ്രത്യേക കാലഘട്ടം, അതായത് നമ്മളുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് നമ്മളുടെ കുട്ടി ഒക്കെ ആയി ഒരു 2 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രമേഹം നോട്ട് ചെയ്യപ്പെടുന്ന, അതിനുശേഷം വീണ്ടും അതേപോലെ തന്നെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രമേഹം. ഇത് നമുക്ക് 2 തരത്തിൽ പ്രമേഹം ഉണ്ടെങ്കിലും കൂടുതലായിട്ടും നമുക്ക് പ്രമേഹം അനുഭവപ്പെടുന്നത് വിശപ്പ് അധികം ഉണ്ടാവുക, അടിക്കടിയായിട്ട് മൂത്രമൊഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുക, അതുപോലെ തന്നെ നമ്മളെ വായയും തൊണ്ടയൊക്കെ ഉണങ്ങുക, അങ്ങനെ തുടങ്ങിയ കുറച്ച് ലക്ഷണങ്ങളിലൂടെയാണ് നമുക്ക് പ്രമേഹം നോട്ട് ചെയ്യപ്പെടുന്നത്. കൂടാതെ തന്നെ അമിതമായിട്ട് വിശപ്പുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെയാണ് നമ്മൾ പ്രമേഹം ടെസ്റ്റ് ചെയ്ത് നോക്കുകയും അത് നമ്മളുടെ ലാബ് ടെസ്റ്റിൽ നമുക്ക് അതായത് 100-ന് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പ്രമേഹം ഉണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. അന്ന് മുതൽ നമ്മൾ മെറ്റ്ഫോമിനോ ഗ്ലിംപ്രൈഡോ അങ്ങനത്തെയുള്ള വളരെ ലൈറ്റ് ഡോസിൽ നമ്മൾ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഒരു 40, 50, 60 വയസ്സ് വരെയും നമ്മൾ പ്രമേഹത്തിന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരിക്കലും നമ്മളുടെ മരുന്നിൻ്റെ ഡോസ് ഒരിക്കലും കുറയുന്നില്ല. മരുന്നിൻ്റെ ഡോസ് ഓരോ വർഷം ചെല്ലുന്തോറും അല്പാൽപമായിട്ട് അവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പ്രമേഹം നിയന്ത്രിക്കപ്പെടാത്തത് കൊണ്ടാണ്, അതല്ലെങ്കിൽ ജീവിതശൈലി ആ പറയുന്ന വ്യക്തി കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളുടെ പ്രമേഹത്തിന് വേണ്ടിയിട്ട് മരുന്ന് നമ്മൾ കൂട്ടുന്നത് എന്ന ഒരു കാരണം കൊണ്ടാണ് അവർ ഇത് പറയാറുള്ളത്. എങ്കിൽ പോലും അവസാനത്തെ സ്റ്റേജിൽ, അതായത് ഒരു 10 കൊല്ലം 15 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും അവർ പ്രമേഹത്തിൻ്റെ ഡോസ് നല്ല രീതിയിലായിട്ടുണ്ടാവും എന്ന് മാത്രമല്ല, അല്പം കഴിഞ്ഞാൽ ആ മരുന്നുകൾ ശരീരത്തിൽ സ്വീകരിക്കാതെ വരുമ്പോൾ
അത് ഇൻസുലിനിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇൻസുലിനും ശരീരം ആക്സെപ്റ്റ് ചെയ്യാത്ത അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് കിഡ്നി ഫെയിലിയർ ആവുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രമേഹം ഉണ്ടാവുന്നത്? ഇത് ശരിക്കും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണോ ഇതുണ്ടാവുന്നത്, അതോ ഇത് പെട്ടെന്ന് നമുക്ക് എല്ലാ അതായത് നമ്മളെ പാരമ്പര്യ സംബന്ധപ്പെട്ട ഒരു കാരണങ്ങൾ കൊണ്ട് നമുക്കുണ്ടാവുന്നതാണോ, അതോ ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണോ, അതല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും മരുന്ന് കഴിച്ചുണ്ടാവുന്നതാണോ? ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നമ്മളിൽ നിലവിലുണ്ട്. ശരിക്കും ഒരാൾക്ക് പ്രമേഹം നോട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ പറഞ്ഞല്ലോ, അമിതമായിട്ട് വിശപ്പുണ്ടാവുക, ഫ്രീക്വൻ്റായിട്ട് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുക, അതല്ലെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ നമുക്ക് കാഴ്ചശക്തിയിൽ പ്രശ്നം ഉണ്ടാവുക, ഇങ്ങനെ തുടങ്ങിയുള്ള ചെറിയ ചെറിയ ലക്ഷണങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെ തന്നെയുള്ള പ്രമേഹം ടെസ്റ്റ് ചെയ്യുകയും അത് സ്ഥിരീകരിക്കുവാൻ വേണ്ടിയിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മൾ ചെയ്യാറുള്ളത്. ശരിക്കും ഇത് എന്താ പറയുക, ഭക്ഷണത്തിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മളുടെ മറ്റ് എന്താ പറയുക മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതല്ലെങ്കിൽ ജെനറ്റിക്സ് ഫാക്ടേഴ്സിൽ നിന്നുള്ള ഒരു സംഗതി മാത്രമല്ല, നമ്മളെ ജീവിതശൈലി ആണ് ഇതിനകത്തുള്ള ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതശൈലി എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം, കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും കഴിക്കുന്ന ഒരു ഭക്ഷണ രീതി, അല്ലെങ്കിൽ അവർ കഴിച്ചു തുടരുന്ന ഒരു രീതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണ്. അപ്പോൾ നമ്മളെ ജീവിതശൈലി എവിടെയാണ് നമുക്ക് നിയന്ത്രിക്കേണ്ടത്, നമുക്കത് എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതിനെയാണ് ആശ്രയിച്ചിട്ടാണ് നമ്മളെ പ്രമേഹം നമ്മളെ എന്താ പറയുക കീഴടക്കുന്നത്. അപ്പോൾ ജീവിതശൈലി നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഭക്ഷണം, നമ്മളുടെ ഉറക്കം, നമ്മളുടെ വ്യായാമ മുറകൾ, ഇതൊക്കെ തന്നെയാണ് അലോപ്പതിയിലൊക്കെ പറയാറുണ്ടെങ്കിലും അതിൽ നമ്മൾ ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയാറുള്ളത്, നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കണം, നിങ്ങൾ ഇന്ന സംഗതികൾ കഴിച്ചാൽ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടാവും, പാവയ്ക്ക കഴിച്ചാൽ നല്ലതാണ്, അതല്ലെങ്കിൽ മധുരമുള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഈന്തപ്പഴം ഒഴിവാക്കണം, പഞ്ചസാര ഒഴിവാക്കണം. ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഒഴിവാക്കുന്ന വ്യക്തികൾക്ക് പ്രമേഹം കുറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ ഭക്ഷണങ്ങളല്ല യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ജീവിതശൈലി എന്ന് പറയുന്നത് നമ്മളുടെ ഈ കാലഘട്ടത്തിലെ ഒരു ശൈലി കൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് എടുക്കേണ്ടത്, ഒന്നാമത്തത്. രണ്ടാമത്തെ സംഗതി, പല മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്ക് നമ്മളുടെ ടോട്ടൽ സിസ്റ്റം തകരാറിലാവുമ്പോൾ, അതായത് പല അവയവങ്ങളെ അത് അഫക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളുടെ എന്താ പറയുക ഈ ഹോർമോൺ പ്രൊഡക്ഷനെയും അത് അഫക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് പ്രമേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഗർഭിണികളായ ആളുകൾ, അതല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ശരിക്കും ഈ പ്രമേഹം എന്ന് പറഞ്ഞ രോഗം ഒരു രോഗമല്ല, ഒരു രോഗത്തിലേക്കുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ നമ്മൾ ആ രോഗത്തിനെ വലിയൊരു രോഗമായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ മരുന്ന് കഴിച്ച് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മരുന്ന് കഴിച്ച് തുടങ്ങുന്നതിലൂടെ നമ്മളെ ഫസ്റ്റ് ഇയർ മുതൽ, ആ മരുന്ന് കഴിച്ച് എന്നാണ് തുടങ്ങുന്നത് ആ ഫസ്റ്റ് ഇയർ മുതൽ ആ മരുന്ന് നമ്മളെ കിഡ്നി അഫക്റ്റ് ചെയ്ത് തുടങ്ങുകയാണ്. അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പ്രമേഹത്തിൻ്റെ മരുന്ന് കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് സമ്മാനങ്ങൾ കിട്ടാറുണ്ട്. ആ സമ്മാനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ എന്താ പറയുക പതികളാണ്. പതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞൊരു പതിയുണ്ട്. റെറ്റിനോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹം കണ്ണിൻ്റെ ഞരമ്പുകളെ ബാധിച്ചു തുടങ്ങുന്ന ഒരു അവസ്ഥ. ഇത് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് നന്നായിട്ടത് വാങ്ങിയെടുക്കുക. അത് ഇഷ്ടപ്പെട്ട് അതിൽ നിലനിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ണിനെ നന്നായിട്ട് ബാധിക്കും. കണ്ണിൻ്റെ ഞരമ്പുകളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ അത് കുറയ്ക്കും. സ്വാഭാവികമായിട്ടും കണ്ണിലേക്കുള്ള കാഴ്ചശക്തിയും കുറഞ്ഞ് ഇല്ലാതെയാവും. രണ്ടാമത്തെ സംഗതിയാണ് കാലിലേക്കുള്ള ന്യൂറോപ്പതി.
അതായത് നമ്മളുടെ കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് കാലിലേക്ക് മരവിപ്പ് വരുന്ന അവസ്ഥകൾ. ഇതും പ്രമേഹത്തിൻ്റെ മരുന്ന് കഴിക്കുന്നുള്ളവർക്കുള്ള ഒരു പ്രധാന ഗിഫ്റ്റാണ്. അതും നല്ല രീതിയിൽ ആസ്വദിച്ച് മുമ്പോട്ട് പോവുകയാണ് പ്രമേഹ രോഗികൾ ചെയ്യുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രമേഹ രോഗികൾ അനുഭവിക്കുന്ന ഈ ഓരോ പതിക്കും ഈ ഓരോ തരത്തിലുള്ള ആഫ്റ്റർ എഫക്റ്റും ഈ മരുന്നുകൾ കഴിച്ചിട്ടുള്ള ഈ സൈഡ് എഫക്റ്റുകൾക്ക് വേണ്ടിയിട്ടും പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തുറന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ടും സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് വന്നിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, കാലത്തിൻ്റെ ഒരു പോക്ക്. എന്നിട്ടും മനുഷ്യനത് തിരിച്ചറിയാൻ പോലും കഴിയാതെ അത്തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് വേറെ മരുന്നുകൾ കഴിക്കുന്ന അവസ്ഥയാണ് ഈ കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടവസ്ഥകൾ പറഞ്ഞു. ഒന്ന് റെറ്റിനോപ്പതി, പിന്നെ നമ്മളെ കാലിൻ്റെ ഞരമ്പുകളെ ബാധിക്കുന്ന ന്യൂറോപ്പതി. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് പ്രമേഹമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ദാമ്പത്യ ബന്ധത്തിൽ വളരെയധികം തകരാറുകൾ ഉണ്ടാവാറുണ്ട്. അതവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാറില്ല. അതവരൊരിക്കലും തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതും ഇതിനകത്തുള്ള ഒരു മേജർ ഗിഫ്റ്റാണ്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പർട്ടിക്കുലർ ടൈം എന്ന് പറഞ്ഞാൽ ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമ്മളെ കിഡ്നി ഓൾമോസ്റ്റ് ഡാമേജഡ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടാവില്ല. അവർ പിന്നെ ഡയാലിസിസിലേക്ക് പോവുകയുണ്ടാവുള്ളൂ. നമുക്കറിയാം, ഒരു 10-15 കൊല്ലത്തിന് മുമ്പ് നമുക്ക് ഇത്ര അധികം ക്യാൻസറോ ഇത്ര അധികം ഡയാലിസിസ് സെൻ്ററുകളോ നമ്മളെ ഈ നാട്ടിൽ ഉണ്ടായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നമുക്കറിയാൻ പറ്റും. തീർച്ചയായിട്ടും പണ്ട്, അതായത് 10-20 കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്ന കിഡ്നി പേഷ്യൻസിനേക്കാളും ഒരുപാട് കൂടുതലാണ് ഇന്നത്തെ കിഡ്നി പേഷ്യൻസ്. ഒരുപക്ഷെ പ്രമേഹം അവിടെ നിയന്ത്രിക്കപ്പെടുന്നുണ്ടാവും. പക്ഷേ കിഡ്നി പേഷ്യൻസ് വളരെയധികമുണ്ട്. കിഡ്നി തകരാറിലായി മരണത്തിന് കീഴടങ്ങുന്ന ആളുകൾ വളരെയധികമാണെന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓൾമോസ്റ്റ് ആളുകളും ഇങ്ങനെ മരുന്നിന്, അതായത് ക്രോണിക്കായിട്ടുള്ള ഇത്തരം പ്രഷർ, ഷുഗർ, ഹാർട്ട് ബ്ലോക്ക്, കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദിവസം ഒരു നേരം തന്നെ 6-7 മരുന്നുകൾ കഴിച്ച് ജീവിതം നീക്കുന്ന കുറേ ആളുകൾ. ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, കൊളസ്ട്രോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രമേഹം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ബ്ലഡിൻ്റെ കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എക്കോസ്പിരിൻ പോലുള്ള മരുന്നുകൾ തുടങ്ങിയ മരുന്നുകൾ കഴിച്ചിട്ട് ആ മരുന്നുകളെ ഫിൽട്ടർ ചെയ്ത് നമ്മളെ കിഡ്നി ഡാമേജ് ആവുന്ന അവസ്ഥകൾ. അപ്പോൾ അൾട്ടിമേറ്റ്ലി വെള്ളമാണ് ഇതിനകത്തൊരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത്. പ്രമേഹ രോഗികളാണെങ്കിൽ തന്നെയും നന്നായിട്ട് വെള്ളം കുടിക്കും. വെള്ളം ഓവറായിട്ട് കുടിക്കുന്നത് നമ്മളെ കിഡ്നീനെ ഡാമേജ്ഡ് ആക്കും. നമ്മൾ കിഡ്നിക്ക് ആവശ്യമായിട്ടുള്ള സാധനമല്ല നമ്മൾ കൊടുക്കുന്നത്. കിഡ്നിയെ കൂടുതൽ റിസ്കിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള വെള്ളം, അതല്ലെങ്കിൽ നമുക്ക് ഭക്ഷണ രീതിയിലാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ജീവിതശൈലികൾ, അതായത് ഈ മരുന്നുകൾ കൊണ്ടുണ്ടാവുന്ന ഗിഫ്റ്റുകൾ കൊണ്ട് നമുക്ക് പിന്നെ റിക്കവർ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അക്യുപഞ്ചറിലേക്ക് വന്നാൽ തന്നെയും റിക്കവർ ചെയ്തെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് അവരുടെ ഓൾമോസ്റ്റ് എന്താ പറയുക, അവരുടെ വൈറ്റൽ എനർജി ആയിക്കോട്ടെ, അവരുടെ ഓർഗൻ ബേസ് ആയിക്കോട്ടെ, എല്ലാം അവർക്ക് ഓൾമോസ്റ്റ് തകരാറിലായിട്ടുണ്ടാവും, വീക്കായിട്ടുണ്ടാവും. പിന്നെ അത് റിക്കവർ ചെയ്തെടുക്കുന്നത്, ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റുമായിരിക്കും. പക്ഷേ എന്നാലും ഒരു പരിധിവരെയൊക്കെ അതിന് നമുക്ക് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ സംഗതിയാണ് ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത്. അക്യുപങ്ചർ എന്ന് പറഞ്ഞ നമ്മളുടെ ഈ ചികിത്സാ രീതിയിൽ പ്രമേഹത്തിന് നമ്മൾ വയറ് സംബന്ധമായ ഒരു പ്രശ്നമായിട്ടാണ് പരിഗണിക്കുന്നത്. വയറ്റിലുണ്ടാവുന്ന, അതായത് നമ്മളിപ്പോൾ അലോപ്പതിയിലൊക്കെ പറഞ്ഞ പോലെ ബീറ്റാ സെൽസിൻ്റെ ഒരു എന്താ പറയുക, നമ്മളുടെ പാൻക്രിയാസിലുള്ള ഒരു സെറ്റ് ഓഫ് സെൽസ് നശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുകയും അതിൻ്റെ മൂലമാണ് പ്രമേഹം ഉണ്ടാവുന്നത് എന്നൊരു നിഗമനത്തിൽ നിന്നാണല്ലോ മറ്റെല്ലാ ഇൻസുലിൻ പ്രൊഡക്ഷൻ എക്സ്റ്റേണലി എടുക്കുന്നതും മരുന്ന് കഴിക്കുന്നതും എല്ലാം തന്നെ.
അത് പക്ഷേ ഇൻസുലിൻ പ്രൊഡക്ഷൻ നമുക്കറിയാം. ഇൻസുലിൻ എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇൻസുലിൻ എടുക്കുന്ന ആളുകൾക്കറിയാം, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന ആളുകൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. കാരണം അവർക്ക് ആ ടൈം ടേബിൾ വിട്ടിട്ട് എങ്ങോട്ടും മാറാൻ കഴിയില്ല. അവർക്ക് ആ ടൈമിൽ തന്നെ ഭക്ഷണം കഴിക്കണം. ആ ടൈം ആകുമ്പോൾ അവർക്ക് കൈവിറച്ച് തുടങ്ങും. അവർക്ക് ആ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർ തളർന്ന് വീഴും. ഇങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസാണ് ഇൻസുലിൻ പേഷ്യൻസിനും അതുപോലെ തന്നെ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകൾക്കും ഉണ്ടാകുന്ന ഇറിറ്റൻസ്, അതായത് അവരുടെ അസ്വസ്ഥതകൾ പറയാതെ വയ്യ. അപ്പോൾ അത്രത്തോളമാണ്. അവരുടെ വീട്ടിൽ നമ്മൾ അന്വേഷിച്ചാൽ അറിയാം, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവർ ജീവിക്കുന്ന ആളുകളോട് നമ്മൾ അന്വേഷിച്ചാൽ അറിയാം അവരുടെ അവസ്ഥകൾ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് പ്രമേഹം ഈ മരുന്നുകളൊന്നും ഇല്ലാതെ വളരെ കാം ആൻഡ് റിലാക്സ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് റെമഡികളൊന്നുമില്ല. അതിന് കൂടുതലായിട്ടും ചെയ്യേണ്ടത് ഒന്നാമത്തത് നമ്മളുടെ ദഹനത്തിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഈ പ്രമേഹം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, അത്യാവശ്യം ഫുഡ് അടിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അത്യാവശ്യം ഫുഡ് അടിക്കുന്ന കുറച്ച് അവരുടെ ഫുഡിൽ, അതായത് അവരുടെ ഓൾമോസ്റ്റ് ഫുഡ് നന്നായിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറച്ചധികം കൂടുതലായിരിക്കും. ആ ഫുഡ് അടിക്കുന്ന അവരുടെ ഒരു സിസ്റ്റം അനുസരിച്ച് അവരുടെ ഒരു വിശപ്പും കൂടുതലായിരിക്കും. അപ്പോൾ ഒന്നാമത്തത് അവർക്ക് അവരുടെ എന്താ പറയുക, ഇങ്ങനത്തെയുള്ള ഇമോഷൻസിൽ, അതായത് നമ്മൾ ഈ ഫുഡ് കൺട്രോൾ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അവർക്ക് ഒരു വ്യക്തിപരമായ തീരുമാനം എടുക്കാൻ കഴിയാത്ത ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് വ്യക്തിപരമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്ഥിരമായ ഒരു ജീവിതശൈലി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് അതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട സംഗതിയാണ് വിശക്കുമ്പോൾ മാത്രം കഴിക്കുക എന്നുള്ളത്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറേണ്ടി വരും. അതായത് നിലവിൽ മരുന്ന് കഴിക്കാത്ത ആളുകളാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ മരുന്ന് കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് നിർത്തി വെച്ചിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ആ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, പുതിയൊരു ജീവിതശൈലിയിലേക്ക് തുടരാൻ പറ്റുള്ളൂ. മരുന്ന് നിർത്തി വെച്ചിട്ട് നമ്മൾ വിശപ്പ് കൺട്രോൾ ചെയ്ത് ഈ ഭക്ഷണം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് പ്രമേഹ രോഗികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് ഭക്ഷണം നിയന്ത്രിക്കാനല്ല പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഒരു വൈകുന്നേരം 7 മണിക്ക് മുമ്പായിട്ട് കഴിക്കാം. അതെപ്പോൾ വേണേലും ആയിക്കോട്ടെ. പക്ഷേ അതിനൊരു സിസ്റ്റം ഉണ്ടാവണം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടാവണം, അതായത് അമിതമായ വിശപ്പുണ്ടാവണം. അത്രയും വിശക്കുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം അത് കഴിക്കുക. വെള്ളം ഭക്ഷണത്തിന് മുമ്പായിട്ട് കുടിക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷം വെള്ളം കുടിക്കാതിരിക്കുക. ഭക്ഷണത്തിന് ശേഷം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുക, 1 മണിക്കൂറിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക. ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരില്ല, ഒന്നാമത്തെ സാധനം. രണ്ടാമത്തെ സംഗതി, നിങ്ങൾക്ക് ദഹനം പൂർണ്ണമായിട്ട് നടക്കും. നിങ്ങൾക്ക് അവിടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ അധികമായിട്ടുണ്ടാവില്ല. അധികമായിട്ട് ഉണ്ടാവുന്ന ഇൻസുലിൻ അത് അവിടെ ന്യൂട്രലൈസ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് അമിതമായിട്ട് വേസ്റ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് മൂത്രത്തിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും. അധികമായിട്ട് മൂത്രം പോകുന്നത് കൊണ്ട് യാതൊന്നും ഭയപ്പെടേണ്ടതുമില്ല. കാരണം നമുക്ക് പോകേണ്ട സംഗതികൾ എന്തായാലും പോകണം. അധികമായിട്ട് വെള്ളം കുടിച്ചാലേ അധികം മൂത്രം പോവുള്ളൂ. ഇനി മൂത്രത്തിലൂടെ പോകേണ്ട വേസ്റ്റുകൾ മൂത്രത്തിൽ കൂടെ തന്നെ പോകണം, അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മൂത്രത്തിൽ നമ്മളെ രക്തത്തിൽ അത് കെട്ടിക്കിടക്കുന്നതാണോ നല്ലത്, മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നതാണോ നല്ലത്? മൂത്രത്തിലൂടെ അത് പോകുന്നതാണ് നല്ലത്. അതാണ് നമുക്ക് ബെനിഫിറ്റ്. അപ്പോൾ അതുകൊണ്ട് പ്രമേഹ രോഗികൾ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. നിങ്ങൾക്ക് ബിരിയാണിയാണോ ഇഷ്ടം, നിങ്ങൾ ബിരിയാണി കഴിച്ചോ. നിങ്ങൾക്ക് പൊറോട്ടയാണോ ഇഷ്ടം, നിങ്ങൾ പൊറോട്ട കഴിച്ചോ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിശപ്പുണ്ടാവണം. എന്ന് മാത്രമല്ല, നിങ്ങൾ ആ കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പാടില്ല. അത് ചായ ആയിക്കോട്ടെ, കട്ടൻ ചായ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അത് വയറ് സംബന്ധമായ പ്രശ്നമുള്ള ആരായിക്കോട്ടെ, നിങ്ങളിത് ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗികളല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹം വരും. അപ്പോൾ
അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് വെള്ളം അധികമായിട്ട് കുടിക്കാതെ ശരീരത്തിന് എന്താണോ ആവശ്യം അത് കൊടുക്കുക. പിന്നെ കൂടുതൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പ്രമേഹ രോഗികൾ. അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. പ്രത്യേകിച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതെല്ലാം അധികമായിട്ട് കഴിക്കുക. അധികമായിട്ട് കഴിക്കുക എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കഴിച്ച് വിശപ്പടങ്ങിയതിന് ശേഷം ഉടനെ അതിൻ്റെ പുറമെ കുറേ ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല. നിങ്ങൾക്ക് വിശക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം വിശപ്പോടുകൂടി കഴിച്ചു, അതവിടെ കഴിഞ്ഞു. അതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത വിശപ്പ് വരുമല്ലോ. അടുത്ത വിശപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഫ്രൂട്ട്സ് കഴിക്കുക. ആ ഫ്രൂട്ട്സിന് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫുഡിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു ഫ്രൂട്ട്സിനെന്ന് പറയുന്നത് നമ്മൾ ആ ഫുഡ് കഴിച്ചതിൻ്റെ ആ ഫുഡിൻ്റെ പ്രോപ്പർ ആഗിരണം പ്രോപ്പറായിട്ട് നടക്കാതെ വരും. കാരണം നമ്മൾ കഴിച്ചത് വേവിച്ച ഭക്ഷണമായിരിക്കാം. നമ്മൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്ന അഡീഷണലായിട്ട് കഴിക്കുന്ന സാധനം വേവിക്കാത്ത ഭക്ഷണമായിരിക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ദഹനത്തിന് അത് ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ കഴിക്കുന്നത്. പക്ഷേ അതൊന്നെങ്കിൽ നമുക്കത് ബ്ലോട്ടിങ് ഉണ്ടാവും, അതല്ലെങ്കിൽ നമുക്കൊരു ഇറിറ്റൻസി ഉണ്ടാവാനും സാധ്യതയുണ്ട്. അത് ശരിക്കും അവിടെ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേവിച്ച ഭക്ഷണവും വേവിക്കാത്ത ഭക്ഷണവും തമ്മിൽ അവിടെ മിക്സപ്പായിട്ട് നമുക്ക് അസിഡിറ്റി ഫോം ചെയ്യും. അപ്പോൾ എല്ലാവരുടെയും കേസിൽ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ബെറ്റർ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിച്ചാൽ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ആഗിരണം ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ആമാശയത്തിനെ പരിഗണിക്കുന്നതിൻ്റെ ഒരു നല്ല വശം അതാണ്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഉറക്കം നമുക്ക് പറയേണ്ടതില്ലല്ലോ. രാത്രി 9 മണിക്ക് ഉറങ്ങുക. വൈകുന്നേരം ഒരു 7 മണിക്ക് മുമ്പായിട്ട് തന്നെ ഭക്ഷണം കഴിക്കുക. എന്താണെങ്കിലും സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് കഴിക്കുക. അതിന് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക. സ്ക്രീൻ ടൈം കുറയ്ക്കുക. പ്രമേഹ രോഗികൾ ഏറ്റവും അധികം ചെയ്യേണ്ട സംഗതിയാണ് കണ്ണിന് സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്. അതായത് കണ്ണ് യൂസ് ചെയ്ത് കണ്ണിന് ഓവർ സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക ഒരിക്കലും. കാരണം അക്യുപഞ്ചർ പ്രകാരം നമുക്ക് പ്രമേഹം എന്ന് പറയുന്നത് നമ്മളെ ലിവറുമായിട്ട് ബന്ധപ്പെട്ട, എർത്തുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. അപ്പോൾ കണ്ണിന് ഓവർ സ്ട്രെയിൻ കൊടുക്കുന്നത് നമ്മളെ എനർജീനെ കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു റെമഡി കൂടിയാണ് നമ്മളെ ഈ സ്ക്രീൻ ടൈമിംഗ് കുറയ്ക്കുക എന്നുള്ളത്. അത് മാക്സിമം യൂസ്ഫുൾ ആക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ചെറിയ ചെറിയ വ്യായാമങ്ങൾ. അതായത് പല രീതിയിലുള്ള ബോഡി സ്ട്രക്ചറുകളുള്ള ആളുകളുണ്ടാവാം. ഓക്കെ, അത് അവരുടെ ജെനറ്റിക്സ് അനുസരിച്ചിട്ട് അത് ഫിക്സ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ ഈ ബോഡിയും മൈൻഡും ഒന്ന് കാമാക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. ഒരു റിലാക്സേഷൻ വരുത്തേണ്ട ആവശ്യം. ഞാൻ പറഞ്ഞ ഹെവി എക്സസൈസുകളല്ല, ഒരു 30 മിനിറ്റ്സ് ഡെയിലി ഒരു ഈവനിങ് ആൻഡ് മോർണിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. കുറച്ച് നടക്കുക, അത് നല്ല നമ്മളുടെ സർക്കുലേഷൻ കൂട്ടാനും നമ്മളുടെ പല സ്ഥലത്തും കെട്ടിക്കിടക്കുന്നിരിക്കുന്ന നമ്മളുടെ വേസ്റ്റുകൾ പോകാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് മെഡിറ്റേഷൻ ചെയ്യാം. ഒരു 15 മിനിറ്റെങ്കിലും മിനിമം മെഡിറ്റേഷൻ ചെയ്യാം ഒരു ദിവസം. നമുക്ക് ചെയ്യേണ്ട സംഗതികൾ, നമ്മൾ ചെയ്തു പോയ കാര്യങ്ങൾ, ആ കാര്യങ്ങളെയൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് ഒന്ന് മൈൻഡിനെ ബാലൻസ് ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് എന്തായാലും നമ്മളെ ഫിസിക്കൽ ബോഡിയിലും നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്തരം സംഗതികൾ ഒക്കെ മാത്രം ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ മാത്രം, അതായത് നമ്മളെ വിശപ്പ്, ദാഹം, ഭക്ഷണം, ഉറക്കം, അതുപോലെ തന്നെ നമ്മളെ ചെറിയ എക്സസൈസുകൾ, ഇത്തരം സംഗതികൾ ക്ലിയർ ആക്കുന്നതിലൂടെ തന്നെ നമ്മളെ പ്രമേഹം നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ക്ലിയർ ആക്കാവുന്നതാണ്. പിന്നെ ഞാൻ ലാബ് ടെസ്റ്റുകളെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ലാബ് ടെസ്റ്റുകൾ അമിതമായിട്ട് വിശ്വസിക്കേണ്ടതുണ്ടോ, പ്രമേഹം പോയി ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് കുഴപ്പമുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രമേഹം ടെസ്റ്റ് ചെയ്യണം എന്നുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഡൗട്ടുകളുള്ളവർ ആദ്യം ആ വീഡിയോ കണ്ടിട്ട് എന്താ പറയുക, ഈ വീഡിയോയിലേക്ക് വന്നാലേ നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാവുള്ളൂ. പ്രമേഹ രോഗികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ അലോപ്പതിയുടെ പുറകെ പോകാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ആ ഒരു തിയറിയിലും
ആ ഒരു ബേസിസിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് ഫുള്ളായിട്ട് എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് നാച്ചുറലായിട്ടാണ് മുമ്പോട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളത് മൈൻഡിൽ ഫിക്സ് ചെയ്യുക. എനിക്ക് ഇതുകൊണ്ട് ക്യൂർ ഉണ്ടാവും എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് 100% വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഈ ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അതാണ് കറക്റ്റ്, ഇതാണ് കറക്റ്റ്, അയ്യോ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ഇതിൽ വിശ്വസിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അറിയാതെ പോയാൽ എന്ത് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ കൺഫ്യൂഷനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ തീരുമാനിച്ചിട്ട് ഫിക്സ് ചെയ്യുക. നിങ്ങൾക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതാനുഭവങ്ങളിലൂടെയും നമ്മളുടെ പേഷ്യൻസിലൂടെയും നമുക്ക് കിട്ടിയ ഒരു അനുഭവങ്ങളുടെയും അറിവുകളുടെയും വെളിച്ചത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമുണ്ട്, നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ 100% കഴിയും എന്ന് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, നിങ്ങൾക്ക് നാച്ചുറലായിട്ടാണ് ഇത് ഫോളോ ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ടെസ്റ്റിലേക്ക് പോവാതിരിക്കുക. എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്നുള്ളത് എനിക്ക് ടെസ്റ്റ് നോക്കി വിലയിരുത്തേണ്ട ആവശ്യമില്ല. എൻ്റെ അതായത് ദൈവം നൽകിയ എൻ്റെ ശരീരത്തിനേക്കാളും വലിയ ഒരു സംവിധാനം ഒരു മെഷീന് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മൾ പോയി ടെസ്റ്റ് ചെയ്ത്, ഞാനിപ്പോൾ ഓൾറെഡി ആ ടെസ്റ്റിൻ്റെ, അതായത് ലാബ് ടെസ്റ്റിൻ്റെ വീഡിയോയുടെ 1-2 കാര്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്. നമ്മളുടെ ശരീരത്തിനകത്തുള്ള ബ്ലഡിനകത്ത് നമുക്ക് പ്രമേഹം ഇത്ര അളവുണ്ടോയെന്ന് നോക്കിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്നു നമ്മൾ പ്രമേഹം ഇപ്പം 150 ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ പ്രമേഹം നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇയാൾ ഇനി മരുന്ന് കഴിക്കണം. പക്ഷേ എനിക്ക് യാതൊരു സിംറ്റംസും ഇല്ല, എനിക്കിപ്പോൾ 30 വയസ്സേ ഉള്ളൂ, എനിക്ക് പ്രമേഹത്തിൻ്റേതായ യാതൊരു ലക്ഷണങ്ങളുമില്ല, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെയുള്ള ഒരാൾ ആ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മരുന്ന് കഴിച്ച് തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. നമ്മളെ ശരീരത്തിനെ തന്നെയാണ് 100% വിശ്വസിക്കേണ്ടത്. അതാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ, അതായത് നമ്മളുടെ ഈ ഒരു നമ്മളുടെ മുതിർന്ന ആളുകൾക്ക് പോലും നമുക്ക് പറഞ്ഞു തരാനോ നമുക്കൊരു കോൺഫിഡൻസ് തരാനോ കഴിയാത്ത ലെവലിൽ അത്രത്തോളം പുതിയ കീവേഡ്സും പുതിയ വേർഡ്സ് കാറ്റഗറികളുമായിട്ട് അത്രത്തോളം അലോപ്പതി വികസിച്ച് കഴിഞ്ഞതുകൊണ്ട് നമ്മളതിൻ്റെ സിസ്റ്റങ്ങളെയൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ അതിനെ വിശ്വസിച്ച് പോരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്തൊന്നും നെഗറ്റീവുകളോ നമ്മളതിനെ ഒന്നിനെ പൂർണ്ണമായിട്ടോ പഴിക്കുകയോ ഒന്നുമല്ല ഇതിലൂടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ നമ്മളെ ശരീരത്തിനകത്ത് നമ്മളെ ബ്ലഡിനകത്ത് ഈ പ്രമേഹത്തിന് ഇത്രത്തോളം പ്രമേഹത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് എന്ന് ഒരു ടെസ്റ്റിന് നമുക്ക് തീരുമാനിക്കാനായിട്ട് 100% കഴിയില്ല. കാരണം അത് നമ്മളെ ശരീരത്തിൽ ആ ഒരു ലക്ഷണങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രമേഹമുണ്ട് എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നിരിക്കട്ടെ, ആ ലക്ഷണങ്ങൾ നമുക്ക് പ്രമേഹം ഉണ്ടെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് തീരുമാനിച്ചു. ആ പ്രമേഹം ഉണ്ടെന്ന് തീരുമാനിച്ചിരിക്കെ നമുക്ക് ആ മരുന്ന് കഴിക്കുമ്പോൾ, ഇപ്പം നമുക്ക് ഡോക്ടർ ഒരു മരുന്ന് എഴുതുന്നു, ആ മരുന്ന് കഴിക്കുന്ന ആ ഒരു ഡ്യൂറേഷൻ, അതായത് ഒരു 3 മണിക്കൂർ മാത്രമാണ് നമുക്ക് ആ വിശപ്പിനെ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ കഴിയുക. ആ 3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ആ മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. നമുക്ക് ആ മരുന്നില്ലെങ്കിൽ വീണ്ടും പ്രമേഹം അതേ ലെവലിലേക്ക് വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ മരുന്നാണോ നമ്മളെ ശരീരത്തിനെ നിയന്ത്രിക്കുന്നത്, അതോ നമ്മളെ ശരീരം ക്യൂർ ചെയ്യപ്പെടുകയാണോ ചെയ്യുന്നത്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ പ്രമേഹം നോർമലാവുന്നത്, അല്ലേ? ഒരിക്കലും നമ്മളോട് ടെസ്റ്റ് ചെയ്യുമ്പോൾ മരുന്ന് കഴിക്കാതെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറയുന്നില്ല. നിങ്ങൾ മരുന്ന് കഴിച്ചിട്ട് RBS നോക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ മരുന്ന് കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വരാനാണ് പറയുന്നത്. അതാണ് നിങ്ങളുടെ കറക്റ്റ് ഷുഗർ എന്നാണ് പറയുന്നത്. ഓക്കെ, മരുന്ന് കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മരുന്ന് കഴിച്ചിട്ട് നമ്മളോട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുവെ പറയാറുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ടെസ്റ്റിൻ്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി ഒരു മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ ആരോഗ്യത്തിനെ
അതായത് നമുക്ക് എപ്പോഴും ഒരു മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം പ്രമേഹത്തിനെ നിയന്ത്രിക്കണോ, അതോ നമുക്ക് സ്വയമായിട്ട് ശരീരം കൊണ്ട് തന്നെ, അതായത് നമ്മളുടെ സ്വന്തം ശരീരം കൊണ്ട് തന്നെ പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ പറ്റണോ, ഇതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഓക്കെ. ഇപ്പം നമുക്ക് അനിയന്ത്രിതമായിട്ടുള്ള വിശപ്പുണ്ട്, നമുക്ക് അമിതമായി വിയർക്കുന്നു, നമുക്ക് വായയൊക്കെ വരളുന്നു, നമുക്ക് തൊണ്ടയുണങ്ങുന്നു, നമുക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ട്, പ്രമേഹം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് 100% പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. കാരണം നിങ്ങൾക്ക് എന്താ പറയുക, പ്രമേഹം എക്സ്റ്റേണലി, അതായത് പുറത്തു നിന്നുള്ള ഒരു മരുന്ന് ഉപയോഗിച്ചിട്ട് മാത്രമാണെങ്കിൽ എല്ലാ കാലത്തും ആ മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. കൂടാതെ തന്നെ ആ മരുന്നിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ആ സൈഡ് എഫക്റ്റ് നമ്മളെ കിഡ്നീനെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സിംറ്റംസിനെ അക്യുപങ്ക്ചറിലൂടെ നമ്മൾ ഈ ജീവിതശൈലി കൃത്യമാക്കുന്നതിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രിച്ച് ക്ലിയർ ആക്കാൻ കഴിയാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഇനി മറ്റു ഡൗട്ടുകളൊന്നും ഇല്ലയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ രീതിയിൽ, അതായത് മരുന്നില്ലാതെ നമ്മൾ പ്രമേഹം നിയന്ത്രിച്ച് നമ്മളെ നിലനിർത്തി നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ ദാമ്പത്യ ജീവിതം, അതായത് നമ്മളെ സെക്ഷൽ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാവില്ല. രണ്ടാമത്തെ സംഗതി, നമ്മളെ ഇത് കണ്ണിലേക്ക് ബാധിക്കില്ല. ഈ ഡയബറ്റിക്കിൻ്റെ പ്രശ്നങ്ങൾ കണ്ണിലേക്ക് ബാധിക്കുന്നൊരു പ്രശ്നം ഉണ്ടാവുകയോ കൂടുതലായിട്ട്, അതായത് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വരില്ല. മൂന്നാമത്തെ സംഗതി, നമ്മളെ മറ്റ് അവയവങ്ങളിലേക്ക് ഈ പ്രശ്നങ്ങൾ ബാധിക്കില്ല. അതായത് കാലിൻ്റെ ഞരമ്പുകൾ എന്താ പറയുക, പൂർണ്ണമായിട്ടും അതിലേക്കുള്ള മരവിപ്പ് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ കാലിലൊക്കെ എന്തെങ്കിലും മുറിവുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ഇരുന്ന് പഴുത്ത് ഉണങ്ങാത്ത അവസ്ഥയിലേക്ക് വരുന്നു. ഈ അവസ്ഥകളൊന്നും ഈ നാച്ചുറലായിട്ടുള്ള ലൈഫ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഈ നാച്ചുറലായിട്ടുള്ള രീതിയിൽ പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് മുറിവുകളോ മറ്റ് പ്രശ്നങ്ങളോ ഇതൊന്നും അവരെ ബാധിക്കുകയോ യാതൊരു തരത്തിലുള്ള അതായത് ഈ പ്രമേഹം കൊണ്ട് മറ്റു രോഗങ്ങളുണ്ടാവുകയോ ചെയ്യില്ല. നമുക്കറിയാം, ഈ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഴിയുമ്പോൾ അവർക്ക് കൊളസ്ട്രോൾ ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് BP മരുന്ന് കഴിക്കും, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് എന്താ പറയുക അറ്റാക്ക് വരും, അറ്റാക്കിനുള്ള മരുന്ന് കഴിക്കണം, പിന്നെ അവരുടെ ബ്ലഡ് കട്ടി കുറയാനുള്ള മരുന്ന് കഴിക്കണം, പിന്നെ എന്താ പറയുക കുറച്ച് കഴിയുമ്പോൾ അവർക്ക് സ്ട്രോക്ക് വരും. അപ്പോൾ ആ സ്ട്രോക്കിനെ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ കഴിക്കണം, സ്ട്രോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ. അപ്പോൾ അങ്ങനെ തുടങ്ങി അനവധി മരുന്നുകളാണ് ഒരു മനുഷ്യൻ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെയും അവർ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു സംഗതികൾ പറഞ്ഞോട്ടെ. നമ്മളുടെ ഭക്ഷണ രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന മറ്റ് കുറച്ച് സംഗതികളുണ്ട്. അതായത് ക്വാളിറ്റി ഓഫ് ഫുഡ്സ് എന്ന് പറയും. നമ്മളുടെ ഭക്ഷണം നമ്മൾ ഒരിക്കലും ക്വാളിറ്റി കീപ്പ് ചെയ്യാറില്ല. നമ്മളെപ്പോഴും ഭക്ഷണത്തിൽ കുറേ പിശുക്കുന്ന ആളുകളാണ്. ഭക്ഷണത്തിൽ പിശുക്കിയിട്ട് നമ്മൾ മറ്റ് പല സംഗതികളിലേക്കും അത് നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്തിലും ആ ക്വാളിറ്റി 100% ഉണ്ടാവും. അത് ഡാം ഷുവറാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിരിക്കും. കാരണം നമുക്കറിയാം, ഒരു ഡയബറ്റിൻ്റെ ക്യാപിറ്റലാണ് ഇന്ത്യ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത്. ഒരു ഡയബറ്റിക്സിൽ വളരെയധികം മുമ്പിലാണ് നമ്മളുടെ ഇന്ത്യ നിൽക്കുന്നത്. കാരണം നമ്മളുടെ ഈ കാർബോ ഫുഡ്സിനെ അത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് നമ്മളുടെ ഇന്ത്യ, അതല്ലെങ്കിൽ കേരളവും എല്ലാം തന്നെ. അപ്പം നമ്മൾ ഒന്നാമത്തത് 4 നേരമാണ് നമ്മളെ ഫുഡ് അടി ഉള്ളത്. പിന്നെ നമ്മളെ പൊറോട്ട, അതുപോലെ തന്നെ എല്ലാ ഫുഡ്സും നമ്മളൊരിക്കലും വിശപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല ഫുഡ് കഴിക്കുന്നത്. നമ്മളുടെ ഉറക്കം ക്ലിയർ അല്ല, ഇതൊന്നും പ്രോപ്പറല്ല. പിന്നെ നമ്മളുടെ അമിതമായിട്ടുള്ള എന്താ പറയുക, നമ്മളുടെ മൈൻഡ് ലെവലിലുള്ള തോട്ട്സുകൾ, നമ്മളുടെ ടോക്സുകൾ, ഇതെല്ലാം നമ്മളുടെ ആരോഗ്യത്തിനെയും വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ പിന്നെ നമ്മളെ സ്ട്രെസ്സുകൾ, ഇതെല്ലാം മൊത്തത്തിലെല്ലാം കോറിലേറ്റഡ് ആണ്. ഇതിലെല്ലാം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ ഡോക്ടറെ പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഡോക്ടർ എഴുതുന്നതും ഓരോ അവയവത്തിനുള്ള മരുന്നുകളാണ്. ഇതെല്ലാം ചെല്ലുന്ന ഒരു ശരീരത്തിലേക്കാണ്. അപ്പോൾ ഈ ശരീരമാണല്ലോ ഈ സംഗതികളെ പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെല്ലാം ഒരു റൂട്ട് കോസ് ഉണ്ടാവും. ആ റൂട്ട് കോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ. അപ്പോൾ
ഞാൻ പറഞ്ഞു വരുന്നത് ക്വാളിറ്റി ഓഫ് ഫുഡ്സാണ്. ഒന്നാമത്തത് നമ്മളുടെ വെളിച്ചെണ്ണയാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും അതാണ് ഞാൻ പറഞ്ഞത് 100% പലതരത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ക്വാളിറ്റി ഓഫ് ഫുഡ്സ് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. വെളിച്ചെണ്ണ തന്നെ നമുക്കറിയാം 60 രൂപ മുതൽ നമുക്ക് വെളിച്ചെണ്ണ അവൈലബിളാണ്. 60 രൂപ മുതൽ ഏകദേശം ഒരു 250 രൂപ വരെയൊക്കെയുള്ള വെളിച്ചെണ്ണകൾ നമുക്ക് അവൈലബിളാണ്. ഒരിക്കലും നമ്മൾ 250 രൂപയുടെ വെളിച്ചെണ്ണ വാങ്ങി വീട്ടിൽ ഉപയോഗിക്കുമോ? ഒരിക്കലും ഇല്ല. എന്നാൽ നിങ്ങൾ കേട്ടോളൂ, നിങ്ങൾ 100% സത്യമായിട്ടുള്ളൊരു സാധനമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ക്വാളിറ്റി നമുക്ക് വെളിച്ചെണ്ണ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 200 രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. ബാക്കി, അതായത് 1 ലിറ്റർ, ബാക്കി നമുക്ക് കിട്ടുന്ന ഈ എല്ലാ കാറ്റഗറിയിലുള്ള, അതായത് 220 രൂപയ്ക്ക് മുകളിൽ കൊടുക്കുന്നതാണ് കുഴപ്പമില്ലാത്ത വെളിച്ചെണ്ണ. അതിന് താഴെ, അതായത് ഉരുക്ക് വെളിച്ചെണ്ണ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, സാധാ ആട്ടിയ വെളിച്ചെണ്ണ. അതിന് താഴെ കിട്ടുന്ന വെളിച്ചെണ്ണകളെല്ലാം തന്നെയും മിക്സ്ഡാണ്, കെമിക്കൽ മിക്സ്ഡാണ്. ഇതെല്ലാം വെളിച്ചെണ്ണയുടെ മണം ചേർക്കുന്നത്, മണവും രുചിയും എല്ലാം ചേർക്കുന്നത്, അതിനുള്ള ഫ്ലേവറും അതിനുള്ള ഫ്രാഗ്രൻസും എല്ലാം അവൈലബിളാണ്. മിനറൽ ഓയിൽ മാത്രം അതിനകത്തായിരിക്കും ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യം നശിപ്പിക്കാതിരിക്കുക. നിങ്ങൾ കഴിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള ഫുഡ്സ് കഴിക്കുക. രണ്ടാമത്തത് വെളിച്ചെണ്ണ തന്നെ ആണ് പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് പറയുന്നത്. കാരണം വെളിച്ചെണ്ണയിൽ ട്രൈഗ്ലിസറൈഡ്സ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ്സ് നമുക്ക് വളരെയധികം കൊളസ്ട്രോള്, അതല്ലെങ്കിൽ ഡയബറ്റിക്കിന് നമുക്ക് വളരെയധികം റിവേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് പഠനം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വെളിച്ചെണ്ണ നമുക്ക് ഒഴിവാക്കിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം നമുക്ക് ഡയബറ്റിക്കിൽ ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്ന ഒരു കൺട്രിയാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. അവിടെ അവർ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവരുടെ ഒരു ലൈഫ് സീക്രട്ട് എന്ന് പറയുന്നൊരു സംഗതി കൂടിയാണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ ഫുള്ള് നമുക്ക് ഫോളോ ചെയ്യാം. അങ്ങനത്തെ സംഗതികളൊന്നും നമുക്ക് പറ്റില്ല. കാരണം അത് ഓരോ കൺട്രിയിലും ഓരോ ഭക്ഷണ രീതികളാണ്, ഓരോ ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ മാക്സിമം കാർബോഹൈഡ്രേറ്റുകൾ കുറയ്ക്കുക. കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് ക്വാളിറ്റി ഫുഡ് കഴിക്കുക. അതായത് കുറച്ച് ഭക്ഷണം കഴിച്ചാലും ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കുക. പച്ചക്കറികളൊക്കെ അമിതമായിട്ട് വേവിക്കാതെ വളരെ കുറച്ച് രീതിയിൽ കഴിക്കുക. അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള മീറ്റുകൾ കഴിക്കുക. ക്വാളിറ്റിയുള്ള മീനുകൾ കഴിക്കുക. പെസ്റ്റിസൈഡ്സ് നിറഞ്ഞ മീനുകൾ സ്ഥിരമായിട്ട് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് നട്ട്സുകൾ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഫുഡുകൾ കഴിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഡയറ്റുകൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ, അതായത് മാക്സിമം കാർബോഹൈഡ്രേറ്റുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് തന്നെയാണ് ഈ പ്രമേഹത്തിന് ചെയ്യേണ്ട ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സംഗതികൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പ്രധാനമായിട്ടും പ്രമേഹമുള്ളവർ വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അവർ മരുന്നിന് വേണ്ടിയിട്ട് ചിലവഴിക്കാനോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് കൊണ്ടുപോയി ഹാർട്ട് അറ്റാക്കിന് കൊടുക്കാനുള്ള ആ 2 ലക്ഷം നമ്മൾ വെളിച്ചെണ്ണ, അതല്ലെങ്കിൽ വെളിച്ചെണ്ണ മാറ്റി നമ്മൾ ഒലിവ് ഓയിൽ ആക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് വീട്ടിലുള്ളവർക്ക് കൂടെ അത് ഉപകാരപ്പെടും. അപ്പോൾ അത് ആലോചിക്കുക. മൂന്നാമത്തെ സംഗതി കപ്പ ഒഴിവാക്കുക. കപ്പ, അതായത് നമ്മളെ തപ്പിയോക്ക എന്ന് പറയുന്ന, നമ്മളെ കപ്പ എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഫാസ്റ്റ് ഫുഡ് ഏരിയകളിലൊക്കെ നമ്മൾ കഴിക്കുന്ന സാധനമാണ്. അത് ഒഴിവാക്കുക. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തിളപ്പിച്ച് അതിനകത്തുനിന്ന് വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മളത് കുക്ക് ചെയ്ത് കഴിക്കാവുള്ളൂ. വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. മറ്റൊരു സംഗതിയാണ് അലിസിനടങ്ങിയ മൈദ ഫുഡുകൾ കഴിവതും ഒഴിവാക്കുക. അതുപോലെ തന്നെ പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് നാച്ചുറൽ സോഴ്സുകൾ നമുക്ക് മധുരത്തിന് അവൈലബിളാണ്. ഈന്തപ്പഴം, അതല്ലെങ്കിൽ ശർക്കര, കൽക്കണ്ടം ഒന്നും ഇപ്പോൾ പ്യുവറല്ല. പനങ്കൽക്കണ്ടാണെങ്കിൽ പോലും അതിനകത്ത് ഷുഗർ മിക്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്യുവറായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഷുഗറുകൾ കഴിക്കുക. പിന്നെ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും, പ്രമേഹ രോഗികൾക്ക് മധുരം കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പ്രമേഹ രോഗികളാണ് ഏറ്റവും അധികം മധുരം കഴിക്കേണ്ടത്. പക്ഷേ ആ മധുരം ഒരിക്കലും സിന്തറ്റിക് മധുരം ആയിരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ.
അതായത് പഞ്ചസാരയിൽ നിന്നുള്ള മധുരം ഒരിക്കലും ആയിരിക്കരുത്. മറ്റല്ലാത്ത രീതിയിലുള്ള മധുരങ്ങൾ നമുക്ക് കഴിക്കാം. നമുക്ക് ആവശ്യത്തിന് മാത്രം നമുക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ. അത് മാത്രമല്ല, മധുരമുള്ള പഴങ്ങൾ കഴിക്കുന്നത് കൊണ്ടും നമുക്ക് കൂടുതലായിട്ടും പ്രമേഹം ഇമ്പ്രൂവ് ആവുകയാണ്. നാച്ചുറലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നാച്ചുറലായിട്ടുള്ള പഴങ്ങൾ കഴിക്കുന്നതിലൂടെ, പ്രത്യേകിച്ച് സീസണലായിട്ടുള്ള പഴങ്ങൾ കഴിക്കുന്നതിലൂടെ നമ്മളെ പ്രമേഹം ഇമ്പ്രൂവ് ആണ് ചെയ്യുക. അതായത് നമ്മളെ ഗ്ലാൻഡുകൾ കൂടുതൽ പ്രവർത്തനക്ഷമമാവുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കുറേ നാട്ടു റെമഡികളൊക്കെ ഉണ്ട്. എന്താ പറയുക, പാവയ്ക്ക നല്ലതാണ്, അതുപോലെ തന്നെ പേരയില നല്ലതാണ്. അങ്ങനെയുള്ള കുറേ സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ മരുന്നുകളിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ ഔട്ട് ഓഫ് കൺട്രോൾ ആവുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു എന്താ പറയുക, വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ ആരോഗ്യം നശിച്ച് നമ്മൾ കിടപ്പിലാവേണ്ട ഒരവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പിക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.